നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അനന്യ നിങ്ങളോട് എന്തു പറഞ്ഞു? അവള് അമ്മയോടൊപ്പം പോകുന്നില്ലേ? അവളുടെ കാര്യം ഭയങ്കര കഷ്ടാ മാഡം. അവൾക്ക് അമ്മയോടൊപ്പം പോവാൻ ഒരു താല്പര്യവും ഇല്ല. അവളുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതറിഞ്ഞുകൊണ്ട് അവളെ എന്തു പറഞ്ഞ് നിർബന്ധിക്കണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല മാം. അച്ഛന്റെ മരണത്തിന് ശേഷം അവൾക്കൊരു സ്റ്റെപ്പ് ഫാദർ ഉണ്ടല്ലോ. ഇനി വീട്ടിലെ പ്രശ്നത്തിന് കാരണം അയാളാണോ? അത് മാത്രമൊന്നും അല്ല മാം. അനുവും അമ്മയും തമ്മില് ഒരു കെമിസ്ട്രിയും ഇല്ല. അതാ പ്രശ്നം. അതെങ്ങനെ ഇങ്ങനെ ആയി തീർന്നു എന്ന് ഞങ്ങൾക്കും അറിയില്ല. അനു ഞങ്ങൾക്കൊപ്പം കളിച്ചു ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ട്. അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. അനന്യയുടെ അമ്മ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. അവളോട് ഇനി എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല മാം. ഞങ്ങൾ മാക്സിമം പറഞ്ഞു നോക്കി. അവള് പോയില്ല എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അവളെ റൂമിൽ നിന്ന് തള്ളി പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ മാം. അവളുടെ അമ്മയോട് മാമിനൊന്ന് സംസാരിച്ചൂടെ? അനന്യയുടെ അമ്മ വല്ലാതെ കൺഫ്യൂസ്ഡ് ആണ്. ആരോ തെറ്റായ വിവരം നൽകി അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ അനന്യയെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവാ. ഇവിടെ ഇങ്ങനെ ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് പ്രശ്നമാണ്. മാക്സിമം ശ്രമിക്കാം മാം. അവളെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ശരി മാം. നിന്റെ ലഗേജ് എവിടെ? ലഗേജ് ഇട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞേ? വരുന്നില്ല അമ്മ. അമ്മ തിരിച്ചു വെക്കോ. എന്താ നിന്റെ പ്രശ്നം? ഇവരാണോ നിന്റെ പ്രശ്നം? ഇവളെ അകത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തു അല്ലേ? ശരിയാ, ഞങ്ങൾ ഇവളെ ബ്രെയിൻ വാഷ് ചെയ്തു. അതിവള് പോവാതിരിക്കാനല്ല, അമ്മയോടൊപ്പം വരാൻ വേണ്ടിയാ. എന്നിട്ട് ഇവളെ പെട്ടെന്ന് വരാൻ കൂട്ടാകത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ? നിങ്ങൾ എന്ത് ചെയ്യൂ എന്ത് ചെയ്യില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സിനോട് പറയരുത്. എനിക്കത് ഇഷ്ടല്ല. നീ വരാനാ ഞാൻ പറഞ്ഞത്, നിന്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് വരാനല്ല. മാം, ഫ്രണ്ട്സിനോട് ഞാൻ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടാ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇവളുടെ ഫ്രണ്ട്സ് എടുത്ത എഫേർട്ട് മാം കാണാതെ പോകുന്ന എന്താ? മാഡം ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും എന്റെ മോളും തമ്മിലുള്ള പ്രശ്നം. നിങ്ങളും മോളും തമ്മിലുള്ള പ്രശ്നം വീട്ടിലാണെങ്കിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. ഇത് എന്റെ ഹോസ്റ്റലാണ്. ഇവിടെ വെച്ചൊരു ഇഷ്യൂ ആര് തമ്മിലുണ്ടായാലും എനിക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. മകൾ വരുമെങ്കിൽ മാഡം വിളിച്ചോണ്ട് പോണം. അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ പറ്റില്ല. പോയി നിന്റെ ലഗേജ് എടുത്തോണ്ട് വാടി. എടുത്തോണ്ട് വരാൻ. ഞാൻ വരുന്നില്ല. ഇപ്പൊ അങ്ങോട്ട് വരാൻ എനിക്ക് മനസ്സില്ല. ഞാൻ പിന്നെ വന്നോളാം. നീ വരുന്നില്ലേ? ഇല്ല, ഞാൻ വരുന്നില്ല. വരുന്നില്ലേ? നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എടുത്തോണ്ട് വാടി നിന്റെ എല്ലാം. എടുത്തോണ്ട് വാടി. ഇല്ല, ഞാൻ വരില്ല. നീ വരില്ലേ? മേഡം, ഇവിടെ വെച്ച് നിങ്ങളുടെ മോളെ തല്ലാനുള്ള അധികാരം നിങ്ങൾക്കില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ. എന്നോട് ഇവിടുന്ന് പോവാൻ പറയല്ലേ മാം, പ്ലീസ്. ഊർമിള മേഡം, ഇവള് വീട്ടിലേക്ക് വരാൻ മാനസികമായി തയ്യാറെടുത്തോട്ടെ. അത് കഴിഞ്ഞ് അങ്ങോട്ട് അയച്ചാ പോരെ? റീന മാഡം, നിങ്ങൾക്കൊരു അമ്മയുടെ ഫീലിങ്സ് എന്താന്ന് അറിയില്ല. എന്റെ ഫീലിങ്സ് എന്താന്ന് മനസ്സിലാക്കാൻ എന്റെ മോളെ പ്രസവിച്ചത് നിങ്ങളല്ലല്ലോ.
നിങ്ങൾ ഇവിടെ വാർഡൻ മാത്രമാ, അമ്മയല്ല. അതുകൊണ്ടേ നിങ്ങൾക്കിത് പറയാം. എനിക്ക് ഇവളെ കൊണ്ടുപോയേ പറ്റൂ. ഊർമിള മാഡം, ഒരമ്മ ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല. ഒരമ്മയുടെ ഫീലിംഗ്സിനെ പറ്റി നിങ്ങൾ പറഞ്ഞു. ഇവളുടെ മുഖത്ത് നിങ്ങൾ അടിച്ചപ്പോ നിങ്ങളുടെ കൈ പോലും വേദനിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഹൃദയം നൊന്തു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ ഇവൾ എന്റെ മോളാ. മക്കളുടെ സന്തോഷമാണ് ഒരമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആഗ്രഹിക്കേണ്ടത്. ദുഃഖമല്ല അവൾക്ക് നൽകേണ്ടത്. അനന്യയുടെ സന്തോഷം എന്താണോ അതിനുവേണ്ടിയല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്? അതിനു പകരം ഇങ്ങനെയെല്ലാം ചെയ്ത് ഇവളെ വിളിച്ചോണ്ട് പോയാല് വീട്ടിൽ ഇവക്ക് എന്ത് സന്തോഷം കിട്ടാനാ? വീട്ടിൽ ചെന്നാ ഇവക്ക് ഒരു സന്തോഷവും കിട്ടില്ല മാം. ഇവിടെ താമസിച്ചാലേ നിങ്ങൾ ഇവൾക്ക് കൊടുക്കുന്ന സന്തോഷം എന്താന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വഴി തെറ്റി നടക്കുന്നതാണോ സന്തോഷം? വഴി തെറ്റാതെ തിരുത്തുന്നതാണോ കുറ്റം? അമ്മ ഇവിടെ വന്നപ്പോ മുതല് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. അമ്മയുടെ പ്രശ്നം എന്താ? ഞങ്ങൾ എത്ര കണ്ടത് അമ്മയുടെ സ്വഭാവം. അമ്മ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയാലും പോകുന്ന വേഗത്തിൽ തന്നെ അവള് ഞങ്ങളുടെ അടുത്തേക്ക് തിരികെ വരും. അതാ അമ്മ, ഞങ്ങൾ ഇവളും തമ്മിലുള്ള ആത്മബന്ധം. ആ ആത്മബന്ധം അമ്മയ്ക്കും ഇവക്കും ഇടയിൽ എന്താ ഇല്ലാതെ പോയത്? അതിനെപ്പറ്റി ചിന്തിക്ക്. അല്ലാതെ ഇവളെ തല്ലുകയായിരുന്നില്ല വേണ്ടത്. ഞാൻ ചിന്തിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നേ. വീട്ടിലെത്തിയ ശേഷം ഞാൻ എന്റെ തീരുമാനം പറയാം. ഞാൻ കാറിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഊർമിളാദേവിയുടെ മകളാണ് നീയെങ്കിൽ അതിനകം അങ്ങ് വന്നേക്കണം. ഞാൻ എന്ത് ചെയ്യണം മാം? അനന്യ, മോളുടെ അമ്മ വന്ന സ്ഥിതിക്ക് നീ കൂടെ പോണം. പോകാതിരിക്കരുത്. ഇത് നിന്നോട് ഒരമ്മ പറയുന്നതായിട്ട് കരുതിയാ മതി. മാം, ഞാൻ ഇവിടുന്ന് പോയാലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ല മാം.